ഗൈസ്, രാവിലെ തന്നെ മാറ്റി കുളിച്ച് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ഹംകളൊക്കെ എടുക്കാൻ പോണേ. ഡ്രസ്സ് എടുക്കാൻ പോണേ ഗൈസ്. ഈ മോയത്താണ് ഡ്രസ്സ് എടുക്കാൻ ഒരു വരവ്, മാറ്റാൻ ഒരു വരവ്. എന്താ ഇവരൊക്കെ കഥ? 150 ഇഷ്ടപ്പെടും, എന്നാ വന്നിട്ട് എടുക്കോ അതുമില്ല. ഷർട്ടൊക്കെ ഉരുപ്പണ്ട് എന്തൊക്കെ കളിക്കണേ. ഞാൻ വിചാരിച്ചപ്പോ കൈയും കാലൊക്കെ കോച്ചി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഇവനാണ് ഡ്രസ്സ് ഇടാന്നിട്ട് ആ ഫോട്ടോ എടുത്ത് ആർക്കോ അയച്ചു കൊടുക്കാം. കേൾക്കും ഞാൻ ഒരു പാൻ എടുത്ത് ഇവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ മതി ഇറങ്ങി കൂടി. അപ്പോഴാണ് അവൻ പറയുന്നത് താഴെ പിടിക്കണം പോലും. ഒരു തോട്ടത്തിൽ വെള്ളം നച്ചാൽ തുടച്ചാൽ വേഗം കിട്ടും. അങ്ങനെ എങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കുള്ള ഡ്രസ്സാക്കി നമ്മൾ അവിടെ തന്നെ ഇറങ്ങി പോകുന്നതാണ് ഹലാക്കിന്റെ മഴ. അതിന്റെ ഇടയിൽ നമുക്ക് സ്നാപ്പ് ഇടണം പോലും. ഈ സ്നാപ്പ് അടിക്കാൻ ഫ്രണ്ടിങ്ങൊക്കെ മെൻഷൻ ചെയ്തു. കണ്ടു വെള്ളത്തിലേക്ക് പാഞ്ഞങ്ങാണ്ട് പോയിട്ട് വെള്ളം ഏൽപ്പിക്കുക. അത് നാട്ടുകാരെ വെച്ച് റമദാൻ മാസത്തിലുള്ള പൂട്ടാൻ പറഞ്ഞ ഇബ്ലീസാണെന്ന് തോന്നിയതൊക്കെ. പോകുന്നതിക്കാണ് പെരുവ് ആൾക്കൂട്ടം. അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു വണ്ടി പറഞ്ഞെടുക്കുന്നതാണ്ടേ. നോക്കി കണ്ടൊക്കെ ഓടിച്ചോട്ടോ ഈ മഴക്കാലത്ത്. വണ്ടി പറഞ്ഞു നോക്കാം ഈ പൊട്ടൻ നിർത്തിയിട്ട് പോയി നാട് റോഡിൽ ബാക്കിൽ നിന്നാണ് വണ്ടിക്കാരൻ ഓണടിച്ച് ഒച്ചപ്പാടുണ്ടാക്കും. അവൻ കഴിഞ്ഞ് നമ്മൾ നേരെ നിസാമിന് വരെ പോയി. ആടിന് വേണ്ടി പറ്റി അവിടുത്തെ കാണിച്ചിരിക്കുന്ന മുറ്റത്ത്. അങ്ങനെ നോമ്പുന്നവിടുന്ന് നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ഓർക്ക് പെരും കോൾ. അപ്പൊ ചോദിച്ചു പോകുമ്പോൾ പറയാ ഓൻക്കുള്ളത് എനിക്കില്ലാത്തതൊന്നും. എന്താ മക്കളൊക്കെ കഥ? എല്ലാരും വൈറ്റി പോയി. ഈ ചെങ്ങായിക്കാണ് എത്ര ഇട്ട് നോക്കിയാലും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ വീട്ടിൽ 4ാമത്തെ തൊട്ട ഈ ഷർട്ട് ഇട്ട് നോക്കണേ. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് സ്ലോ മോഷനിൽ വീഡിയോ എടുക്കണല്ലോ. ഓ റോസാപ്പൂ അല്ലേ, വാടി എമ്പരത്തി പോവാ. അവിടുന്ന് പുറത്തിറങ്ങിയ പണി നമ്മൾ ഈ കാഴ്ചണ്ടേ. ഫ്രൂട്ട് കുടിക്കുന്ന നായേ. അവിടുന്ന് പിന്നെ നമ്മൾ തട്ടിലേക്ക് ഫുഡ് കഴിക്കാണ്ട് പോയി. അവിടെ നിസാമിന്റെ അതിനെ പറ്റി ചിക്കൻ പീസാണ് ചാമ്പ്യ. റമദാൻ മാസം. അപ്പൊ കഴിച്ച് ബാക്കി നാളെ.